നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ് 12 യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇരയുടെ പേരും ചിത്രവും നൽകിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതികളിൽ പരാതിക്കാരിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ആളെ തിരിച്ചറിയുന്ന യാതൊരു കാര്യങ്ങളോ പുറത്തു വിടരുത് എന്ന കർശന നിയമം ഉള്ള അതേ ഘട്ടത്തിൽ തന്നെയാണ് യൂട്യൂബ് ചാനലുകളിലടക്കം യുവതിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ച് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 12 യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വിശദമായി രേഖപ്പെടുത്താനിരിക്കെയാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതിക്കെതിരെ വലിയ തോതിൽ തന്നെയുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു. ഇത് യുവതി പോലീസിൽ പരാതിയായി തന്നെ ഉയർത്തുകയും ചെയ്തു. അതിൽ വ്യക്തമാക്കുന്നത് പീഡനം നടന്നു, ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പാസ്പോർട്ട് തെളിവുകളടക്കം നിവിൻ പോളി ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ ദിവസമല്ല, ചാനൽ ചർച്ചയിൽ പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു തീയതി തന്നോട് തെറ്റായി പറഞ്ഞു പോയതാണ് എന്നും കൃത്യമായ തീയതി, ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുള്ള കൃത്യമായ തീയതികൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും യുവതി മൊഴി നൽകിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ വിശദാംശങ്ങളും വിവരങ്ങളും നൽകുന്നതിനിടയിലാണ് വ്യാപകമായി യുവതിയുടെ ചിത്രങ്ങൾ അതിൽ ബ്ലർ ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് യൂട്യൂബ് ചാനലുകളാണ് ഇത്തരത്തിൽ യുവതിയുടെ ചിത്രം പൂർണ്ണമായും തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. പീഡനം നടന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ തീയതി അത് വലിയ തോതിൽ വിവാദമാക്കാനാണ് ശ്രമം എന്ന ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 1 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് എന്നാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ കൃത്യമായി നിലവിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഇരയുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിനാണ് യൂട്യൂബർമാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പൂർണ്ണമായും തന്നെ ഈ യൂട്യൂബ് ചാനലുകളും യൂട്യൂബർമാരും ലംഘിച്ചതായി തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.